വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ഫാം വർക്കേഴ്സ് യൂണിയൻ CITU തവനൂർ സ്റ്റേറ്റ് സീഡ് ഫാമിനു മുന്നിൽ പ്രതിഷേധ പരിപാടി നടത്തി. İnkılap zindabad, inkılap zindabad, inkılap zindabad, inkılap zindabad. CITU zindabad, CITU zindabad, CITU zindabad, CITU zindabad. പ്രതിഷേധ സമരം zindabad, പ്രതിഷേധ സമരം zindabad, പ്രതിഷേധ സമരം zindabad, പ്രതിഷേധ സമരം zindabad. ഫാം തൊഴിലാളിയുടെ നിലവിലുള്ള ലീവ് വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കുക. ഫാം തൊഴിലാളിയുടെ നിലവിലുള്ള ലീവ് വെട്ടിക്കുറച്ച പിൻവലിക്കുക. പിരിച്ചുവിട്ട തൊഴിലാളികളെ കർഷക വികസന കർഷക ക്ഷേമ വകുപ്പ് തൊഴിലാളികൾക്ക് നിലവിൽ ലഭിച്ചുകൊണ്ടിരുന്ന 20 കാഷ്വൽ ലീവ് 15ആയി കുറച്ച സർക്കാർ ഉത്തരവ് പിൻവലിക്കുക. കാഷ്വൽ തൊഴിലാളികളായി ജോലി ചെയ്ത കാലയളവ് ഗ്രേഡിന് പരിഗണിക്കുക. കാഷ്വൽ തൊഴിലാളികളുടെ ശൂന്യവേതനം അവധി പുനഃസ്ഥാപിക്കുക. പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ഫാം വർക്കേഴ്സ് യൂണിയൻ CITU ഫാമുകൾക്ക് മുന്നിൽ നടത്തിവരുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് തവനൂർ സ്റ്റേറ്റ് സീഡ് ഫാമിന് മുന്നിൽ പ്രതിഷേധ പരിപാടി നടത്തിയത്. കാർഷിക സർവകലാശാല ഫാം CITU സംസ്ഥാന പ്രസിഡന്റ് KP വേണു, ഗവൺമെന്റ് ഫാം വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി MB സുബ്രു എന്നിവർ വിശദീകരണം നടത്തി. ഈ ഉത്തരവ് പിൻവലിക്കുക എന്ന ഈ ഡിമാൻഡ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് തൊഴിലാളികൾ ഇന്ന് കേരളത്തിലെ മുഴുവൻ കൃഷി ഫാമുകളിലും തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ പ്രതിഷേധം ഒരു സൂചനയായി എടുത്തുകൊണ്ട് ഇതിനാവശ്യമായ ഭേദഗതി വരുത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനാവശ്യമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും വകുപ്പിന്റെ ഭാഗത്തുനിന്നും പ്രത്യേകിച്ച് കൃഷി മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ആ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ ഈ ഒരു സമര പരിപാടി ഒരു സൂചനയായി കണ്ട് വരും കാലങ്ങളിൽ ഇതിന് വിരുദ്ധമായ നടപടികളാണ് സ്വീകരിക്കുന്നതെങ്കിൽ, ഇതിനൊരു മാറ്റം വരുന്നില്ല എങ്കിൽ ആവശ്യമായ പ്രത്യക്ഷ സമര പരിപാടികൾ തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് ക്ഷണിച്ചു വരുത്തുന്നതായിരിക്കും ഇതിന്റെ ഫലം എന്ന് മാത്രം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് പിന്നെ ഈ ഉത്തരവ് പിൻവലിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. KK രവികുമാർ, TV ബുഷ്ര, KK സുജാത എന്നിവർ സംസാരിച്ചു. NCV ന്യൂസ് തവനൂർ.